കൽപ്പാത്തിയിലെ അഗ്രഹാര വീഥികളിൽ ദേവരഥങ്ങൾ പ്രയാണം ആരംഭിച്ചു. ഒന്നാം തേരുത്സവത്തിൽ വിശാലാക്ഷി സമേത വിശ്വനാഥസ്വാമിയും പരിവാരങ്ങളുമാണ് തേരിലേറിയത്. നൂറുകണക്കിന് ആളുകളാണ് തേര് വലിക്കാനായി എത്തിയത്. വിശ്വനാഥസ്വാമിയുടെയും വിശാലാക്ഷി അമ്മാളിന്റെയും തിരുക്കല്യാണത്തോടെയാണ് ഇത്തവണത്തെ രഥോത്സവത്തിന് തുടക്കമായത്. തിരുക്കല്യാണത്തിന് ശേഷം വാദ്യമേളങ്ങളുടെ അകമ്പടിയോടെ ദേവീദേവന്മാരെ രഥങ്ങളിലേക്ക് എഴുന്നള്ളിച്ചു. ആദ്യം വിനായകനും രണ്ടാമത് വള്ളി ദൈവാനി സമേത സുബ്രഹ്മണ്യസ്വാമിയും മൂന്നാമതായി വിശാലാക്ഷി സമേത വിശ്വനാഥസ്വാമിയും രഥാരോഹണം ചെയ്തു. ദേവീദേവന്മാർ രഥത്തിലേറിയതോടെ രഥപ്രയാണം ആരംഭിച്ചു. പാലക്കാട്ടെ NDA സ്ഥാനാർത്ഥി C. കൃഷ്ണകുമാർ, BJP സംസ്ഥാന അധ്യക്ഷൻ K. സുരേന്ദ്രൻ, മുതിർന്ന BJP നേതാവ് കുമ്മനം രാജശേഖരൻ തുടങ്ങിയവരെല്ലാം വിശ്വാസികൾക്കൊപ്പം രഥം വലിച്ചു. കൽപ്പാത്തി നിവാസികൾക്കും പാലക്കാട്ടുകാർക്കും ഒരു രഥോത്സവ സമ്മാനമായിട്ടാണ് BJPയുടെ ഇടപെടൽ രഥോത്സവ തെരഞ്ഞെടുപ്പ് തീയതി മാറ്റിയത്. എല്ലാ ദിവസങ്ങളിലും ഇന്നലെ രാത്രി ഉണ്ടായിരുന്നു, എല്ലാ ദിവസങ്ങളിലും കൽപ്പാത്തിയിലുണ്ടാവും. വലിയ ജനപ്രവാഹം ഉണ്ടാവുന്ന ഒരു രഥോത്സവമാണ് ഇവിടെ നടക്കുന്നത്. എല്ലാവരും വളരെ ആവേശത്തോടു കൂടിയാണ് ഇതിൽ പങ്കെടുക്കുന്നത്. തെരഞ്ഞെടുപ്പായതുകൊണ്ട് പിന്നെ പല സ്ഥലത്തുനിന്നും ആൾക്കാർ വന്നിട്ടുണ്ടാവും. അതാണ് ഇത്രയും തിരക്കൂടെ. വലിയൊരു ജനകീയ ഉത്സവമാണ്. എല്ലാ ഭേദഗതികളും മറന്ന് ജനങ്ങളെല്ലാം രഥോത്സവത്തിൽ അണിനിരക്കും. ഇതിൽ കൂടി ഉണ്ടാകുന്ന വൈകാരികമായ ഒരു ഐക്യം, അതാണ് ദേശീയ ഉദ്ഗ്രഥനം എന്ന് പറയുന്നത്. തീർച്ചയായിട്ടും അത് ജനങ്ങളുടെ ഐക്യവും കെട്ടുറപ്പും അത് സാധ്യതമാക്കാൻ അത് ഉപകാരപ്പെടും എന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. ഉപതെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിൽ മുൻവർഷങ്ങളിലേക്കാൾ തിരക്കാണ് ഒന്നാം തേരിന് തന്നെ അനുഭവപ്പെട്ടത്. നാളെ മന്തക്കര മഹാഗണപതിയുടെ രഥവും അഗ്രഹാര വീഥികളിൽ പ്രയാണം നടത്തും. ജനം, പാലക്കാട്.